VSSയിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അകലെ നെഹ്റു ജംഗ്ഷനിൽ ഈ കാണുന്ന സ്ഥലത്ത് വെച്ചാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. ഈ പ്രദേശത്ത് ഉച്ചയോടുകൂടി നിൽക്കുകയായിരുന്നു ഈ പരിക്കേറ്റ അഖിലും വിവേകും. ഇരുചക്ര വാഹനത്തിലെത്തിയ 4 അംഗ സംഘമാണ് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. വീടിന് സമീപം നിന്ന അഖിലിനും വിവേകിനും പരിക്കേറ്റു. വിവരമറിഞ്ഞെത്തിയ തുമ്പ പോലീസാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്കേറ്റവരും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇവരും പ്രതികളും തമ്മിലുള്ള മുൻവൈരാഗ്യമാണ് ബോംബേറിൽ കലാശിച്ചത്. പ്രധാന പ്രശ്നം കുടിപ്പകയാണ്, അല്ലാതെ രാഷ്ട്രീയമൊന്നും ഇതിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, അല്ലാതെ രാഷ്ട്രീയം അവർക്ക് ശക്തമായ രാഷ്ട്രീയമുള്ള ആൾക്കാരല്ല. ഉള്ളവർ എന്താ ഈ ചെയ്ത പ്രതികളാണ്. ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സുനിയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. സുനിക്കൊപ്പമുണ്ടായിരുന്ന കഴക്കൂട്ടം സ്വദേശികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ വീര്യം കുറഞ്ഞ നാടൻ ബോംബാണ് എറിഞ്ഞതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 11:45 തുമ്പ നെഹ്റു ജംഗ്ഷനിലായിരുന്നു ബോംബേറ്. പരിക്കേറ്റ അഖിൽ കാപ്പ കേസ് ശിക്ഷ കഴിഞ്ഞ് അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.